ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. അപ്പോൾ നമ്മളുടെ USSന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു. ഫെബ്രുവരി 27 എക്സാം ഒക്കെ കഴിഞ്ഞു. എല്ലാവരും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ട് എപ്പം വരും? നമുക്കൊരു അപ്ഡേറ്റ് കിട്ടിയിരുന്നത് നമുക്ക് ഏപ്രിൽ ലാസ്റ്റോടെ നമ്മുടെ റിസൾട്ട് വരുന്നായിരുന്നു. പക്ഷേ ഏപ്രിൽ ലാസ്റ്റിലൊന്നും നമ്മൾ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ USSന്റെ റിസൾട്ടുമായിട്ട് ചെറിയൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ USSന്റെ റിസൾട്ട് എപ്പം വരും, ഏത് സൈറ്റിലാണ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുക, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് റിസൾട്ട് നോക്കേണ്ടത്, എന്നാണ് വരിക, ഈ കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഗൂഗിളിൽ നമ്മൾ പോയി നോക്കാം. ഗൂഗിളിൽ പോയി നോക്കിയിട്ട് നമ്മൾ BPE കേരള എന്ന് പറഞ്ഞിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാണുന്ന ഈ ഒരു സൈറ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ പോകേണ്ടത്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ഇന്റർഫേസിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ റിസൾട്ട് ആർ ഔട്ട് എന്ന് പറഞ്ഞാൽ LSS ആൻഡ് USS, അതായത് LSSന്റെയും USSന്റെയും റിസൾട്ട് രണ്ടും നമുക്ക് ഇതിൽ കാണാൻ പറ്റും. അതിൽ തന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ യൂസർ ID, പാസ്വേഡ്, അതുപോലെ തന്നെ ഇവിടെ ഒരു ക്യാപ്ച കോഡ് ഉണ്ട് അല്ലേ. ക്യാപ്ച കോഡ് നമുക്ക് ഒരു ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ റോബോട്ട് എല്ലാം വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ക്യാപ്ച കോഡ് ഉണ്ടാവും. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ യൂസർ ID, പാസ്വേഡ്, ഇപ്പോൾ ഒരുപാട് പേർക്ക് സ്കൂൾസ് ത്രൂ ആയിരിക്കും രജിസ്ട്രേഷൻ ഒക്കെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു യൂസർ ID തന്നിട്ടുണ്ടാവും, നിങ്ങളെ പാസ്വേഡ് ഇൻ കേസ് നിങ്ങൾക്ക് പാസ്വേഡ് തന്നിട്ടുണ്ടാവും, നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ആ പാസ്വേഡും നിങ്ങൾ ആ യൂസർ ID ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് അവിടെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ തന്നുള്ള കോഡ്, അതായത് ഇവിടെ നിങ്ങൾ റോബോട്ട് എല്ലാം തെളിയിക്കുന്ന കോഡ് നിങ്ങൾ സെർച്ച് ചെയ്തെടുത്തിട്ട് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ റിസൾട്ട് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇപ്പം നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീയും അതേപോലെ തന്നെ USSന്റെ എക്സാമിനേഷന്റെ കംപ്ലൈന്റ് ഫോം നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത് മാത്രമാണ് നമുക്ക് ന്യൂ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ന്യൂ എന്ന് തന്നെ പറഞ്ഞിട്ട് എന്ത് ഉണ്ടാവും, നിങ്ങളുടെ റിസൾട്ട് വാച്ച് ചെയ്യുക അല്ലെങ്കിൽ റിസൾട്ട് നോക്കാനുള്ള ഒരു ലിങ്ക് കൂടി അവിടെ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്, ക്ലിക്ക് ഹിയർ ടു വ്യൂ LSS USS റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും LSSന്റെ റീവാലുവേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതായത് നമ്മൾ ചെയ്തിട്ടുള്ള ആൻസർ കീയിൽ, അതായത് നമ്മുടെ മാർക്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, റീവാലുവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് USSൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് റീവാലുവേഷൻ പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ന്യൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിസൾട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ റിസൾട്ട് കാണുക. അപ്പോൾ നമ്മളെ റിസൾട്ട് ഏത് ഡേറ്റിലാണ് വരാമെന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. നമ്മൾ റിസൾട്ട് ഏകദേശം നമ്മളിപ്പം SSLCന്റെ റിസൾട്ടൊക്കെ വന്നിട്ട് എല്ലാവരും ഇപ്പം നമ്മുടെ സൈറ്റും കാര്യങ്ങളൊക്കെ ഹാങ് ആണ് അല്ലേ. നമ്മുടെ SSLCന്റെ റിസൾട്ടും അതേപോലെ തന്നെ നമ്മളുടെ ഏകജാലകം, നമ്മളുടെ ഓൺലൈനായിട്ടുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഒരു ശേഷം, അതായത് ഈ വീക്കിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, റിസൾട്ട് വരുന്നതാണ്. അപ്പോൾ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാനലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പോസ്റ്റ് ചെയ്യും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, നിങ്ങൾ ബെല്ലൈക്കണൊക്കെ എന്ത് ചെയ്യുക, നെക്കിരിക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് നോട്ടിഫിക്കേഷൻ, അതായത് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ വീഡിയോ ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ പോയി നോക്കാൻ പറ്റും. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ, അതായത് USSന്റെ റിസൾട്ടിൻ്റെ അപ്ഡേറ്റ്, റിസൾട്ട് വന്ന ദിവസം നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ഒക്കെ ആയിട്ട് മീറ്റ് ചെയ്യാം. സോ താങ്ക് യു ഓൾ.